നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 30 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ വെള്ളം കുടിമുട്ടിക്കും. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ തിരിച്ചടി എന്ന നിലയിൽ സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലവിതരണം നിർത്തിവെച്ച ഇന്ത്യയുടെ നടപടിയാണ് പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിച്ചത്. ഇനി പാകിസ്ഥാന്റെ ജലസംഭരണികളിൽ ഏതാണ്ട് 30 ദിവസത്തിലേക്കുള്ള വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമുകളായ ദർബേല, മംഗള എന്നിവ ഏറെക്കുറെ വറ്റിക്കഴിഞ്ഞു. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏതാണ്ട് 85 മുതൽ 90% വരെയും ആശ്രയിച്ചിരുന്നത് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യ നൽകിയിരുന്ന വെള്ളത്തെയായിരുന്നു. ഇത് നിലച്ചതോടെ വെട്ടിലായ പാകിസ്ഥാൻ യുഎന്നിലും പല രാജ്യാന്തര വേദികളിലും ഇന്ത്യക്കെതിരെ പരാതി ഉന്നയിക്കുകയും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിളിച്ചു പരിഭവം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കരാറ് പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെതിരായ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും ഇതിനിടെ പാകിസ്ഥാൻ സർക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു. UN രക്ഷാസമിതി, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ, ഷാങ്ഹായ് സഹകരണ കൗൺസിൽ തുടങ്ങിയ തലത്തിലെല്ലാം പാകിസ്ഥാൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ വെള്ളത്തെ ആയുധവൽക്കരിച്ചു എന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ സ്വന്തം നയമായി സ്വീകരിക്കുന്നിടത്തോളം കാലം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ നശിപ്പിക്കുക, ഭീകരവാദ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നത്. 1993 മുംബൈ സ്ഫോടനം, 26/11 മുംബൈ ഭീകരാക്രമണം, ഉറി, പഠാൻകോട്ട്, പുൽവാമ ഭീകരാക്രമണങ്ങൾ തുടങ്ങിയവയിലെ പാകിസ്ഥാന്റെ പങ്കും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുകയായിരുന്നു ഇന്ത്യ. മുൻപ് ഭീകരാക്രമണങ്ങളുടെ ഉണ്ടായപ്പോഴും ഇരു രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമുണ്ടായപ്പോൾ പോലും എടുക്കാതിരുന്ന കടുത്ത നടപടിയാണ് മോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് 2016 ജമ്മു കാശ്മീരിലെ ഉറി ഭീകരാക്രമണത്തിന് ശേഷം ചേർന്ന ഒരു യോഗത്തിൽ മോദി പറഞ്ഞുവെച്ചത് പ്രാവർത്തികമാക്കുകയാണ് ഇപ്പോൾ. സിന്ധു നദീതടത്തിലൂടെ ഒഴുകുന്ന 6 പ്രധാന നദികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ് സിന്ധു നദീജല ഉടമ്പടി. സിന്ധു നദീജല തടാകം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വിഭജിക്കപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. ടിബറ്റിൽ ഉത്ഭവിച്ച ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകി അഫ്ഗാനിസ്ഥാനിലെയും ചൈനയിലെയും ചില മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന നദിയാണ് ഇവ. വിഭജനത്തിന്റെ പിന്നാലെ 1948 ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു. പാകിസ്ഥാൻ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തി. UN ആണ് ലോകബാങ്കിനെ മധ്യസ്ഥയ്ക്കായി ഏർപ്പെടുത്തിയത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥയിലായിരുന്ന സിന്ധു നദീജല ഉടമ്പടി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. സിന്ധു നദീതടത്തിലെ പ്രധാന കിഴക്കൻ പടിഞ്ഞാറൻ നദികളെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിഭജിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി നിലവിൽ വന്നത്. ഇതുപ്രകാരം കിഴക്കുനിന്നുള്ള സത്ലജ്, രവി, ബിയാസ് എന്നീ നദികളിലെ വെള്ളം പ്രധാനമായും ഇന്ത്യക്കും, പടിഞ്ഞാറ് നിന്നുള്ള ചലം, സിന്ധു, ചെനാബ് നദികളിലെ വെള്ളത്തിൽ നിന്നുള്ള അവകാശം പ്രധാനമായും പാകിസ്ഥാനുമാണ്. രണ്ടു രാജ്യങ്ങളുടെ ജലത്തിന്റെ ആവശ്യകതയും കൃഷിക്കും ഈ സഹകരണം ഏറെ പ്രധാനവും സഹായകവുമാണ്. കാർഷിക, ഗാർഹിക, വ്യാവസായിക ഉപയോഗത്തിനും ജലവൈദ്യുത ഉൽപാദനത്തിനും ഈ നദികളിലെ വെള്ളം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഈ ഉടമ്പടിയിലുണ്ട്. ജലത്തിന്റെ ഉപയോഗമില്ലാത്ത ജലവൈദ്യുതോൽപാദനം, അതുപോലെ തന്നെ ജലഗതാഗതം എന്നീ ഉപയോഗങ്ങൾക്കും ചില നിയന്ത്രണങ്ങളോടെ കൃഷിക്കും ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികൾ പരിമിതമായി ഉപയോഗിക്കാം. നദികളിൽ ഒഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാൻ. കരാറുമായി ബന്ധപ്പെട്ട ഡേറ്റ കൈമാറ്റം, പ്രശ്നപരിഹാരം തുടങ്ങിയ കാര്യങ്ങൾക്കായി ഈ പെർമനന്റ് ഇൻഡെക്സ് കമ്മീഷൻ എന്ന പേരിൽ ഒരു സ്ഥിര കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട്. ഉടമ്പടി പാലിക്കാതെ വന്നാൽ ഏറ്റവും ഗുരുതര ആഘാതം പാകിസ്ഥാനാണ് നേരിടേണ്ടി വരിക. സാമ്പത്തികവും കാർഷികവുമായ ആഘാതമാണ് പാകിസ്ഥാന് പ്രധാനമായും ഉണ്ടാവുക. പാകിസ്ഥാന്റെ പഞ്ചാബ്, സിഡ്, അതുപോലെ തന്നെ പ്രവിശ്യകളെ കാര്യമായി ഇത് ബാധിക്കും. ആകെ ഒഴുകുന്ന ജലത്തിന്റെ 80% പാകിസ്ഥാനാണ് ലഭിക്കുന്നത്.
ഇവ ഉപയോഗിച്ച ജലസേചനം, കൃഷി, കുടിവെള്ളം തുടങ്ങിയ ആവശ്യങ്ങൾ പാകിസ്ഥാൻ നിറവേറ്റും. നദീതടത്തിന്റെ മുൻഭാഗങ്ങളിലുള്ള രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനിലേക്കുള്ള നദികളിലെ ജലപ്രവാഹം നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ സാധിക്കും. പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള വെള്ളത്തെ വളരെയധികം ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ കാർഷിക, വൈദ്യുതി മേഖലകൾ പ്രതിസന്ധിയിലാവുകയും കുടിവെള്ളക്ഷാമത്തിനും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാവുകയും ചെയ്യും. ഇതിനെല്ലാം ഉപരിയായി സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വരും. പാകിസ്ഥാന്റെ ദേശീയ വരുമാനത്തിന്റെ 23% കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത്. അനിയന്ത്രിതമായ ജല ഉപയോഗമുണ്ടായാൽ വെള്ളപ്പൊക്കത്തിലേക്കും പലയിടത്തെയും മണ്ണിൽ ഉപ്പിന്റെ അളവും വർദ്ധിക്കുന്നത് പോലെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കും നയിക്കാം. പ്രശ്നത്തെ ഉപജീവന മാർഗങ്ങളെയും ഇത് ദോഷകരമായി ബാധിക്കും. ഉടമ്പടി നിർത്തലാക്കുന്നതോടെ ഇന്ത്യക്കും പല ഗുണങ്ങളുണ്ട്. ഉടമ്പടിയില്ലെങ്കിൽ ഇന്ത്യക്ക് നിയന്ത്രണങ്ങളോ പരിമിതികളോ ഇല്ലാതെ ജലം ഉപയോഗിക്കാം എന്ന സ്വാതന്ത്ര്യവും ലഭിക്കും. ഊർജ സ്രോതസ് വർദ്ധിപ്പിക്കാൻ ജലവൈദ്യുത പദ്ധതികൾ വഴി സാധ്യമാക്കും. അണക്കെട്ടുകളും നിർമ്മിക്കാനാകും. പ്രദേശത്ത് ഇന്ത്യ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവെക്കേണ്ടി വരില്ല. അനുവാദങ്ങളോ ഔപചാരികതകളോ ഒഴിവാക്കാം. എന്നാൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി ഘടകങ്ങൾക്ക് ഇത് കാരണമാകും. സമാധാനപരമായ സംഭാഷണങ്ങൾക്കും തർക്ക പരിഹാരത്തിനുമുള്ള ഒരു ചട്ടക്കൂടാണ് തകരുന്നത്. ഇത് ഭാവിയിലെ സംഘർഷ പരിഹാര ശ്രമങ്ങളെ സങ്കീർണമാക്കിയേക്കാം. ഇരു രാജ്യങ്ങളിലെയും അതിർത്തി മേഖലകളിലെ ജീവിതത്തെ സാരമായി ബാധിക്കും. രാജ്യാന്തര തലത്തിൽ വിമർശനങ്ങൾ ഉണ്ടായേക്കാം. നയതന്ത്ര ബന്ധങ്ങൾ സങ്കീർണമാവുകയും ചെയ്തേക്കാം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ ഉടമ്പടിയിൽ ഒരു എക്സിറ്റ് ക്ലോസോ നിശ്ചിത കാലാവധിയോ ഇല്ല. ഒരു തർക്ക പരിഹാര സംവിധാനം ഇതിലുണ്ട്. എന്നാലും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തത് ഇതിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. കരാറിൽ മാറ്റങ്ങൾ വരുത്താനോ അവസാനിപ്പിക്കാനോ ഇരുപക്ഷത്തിന്റെയും സമ്മതവും മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ഉടമ്പടി ഒപ്പുവെക്കുകയും വേണം. എന്നാൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇന്ത്യക്കെതിരെ പരാതി പറയാൻ പാകിസ്ഥാന് രാജ്യാന്തര നീതിന്യായ കോടതിയെ സമീപിക്കാനും സാധിക്കില്ല എന്ന തിരിച്ചടിയും പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷി ആവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലുണ്ട്. ജലലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും. സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ലാഹോർ, കറാച്ചി, മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും. സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയത് മുതൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആരംഭിച്ച തർക്കങ്ങൾ ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിർത്തികൾ അശാന്തമായി തുടരുന്നു. അതിർത്തി കടന്നുള്ള തീവ്രവാദം ഇന്ത്യൻ മണ്ണിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ കരാറുകളിൽ ഒന്നായിരുന്നു സിന്ധു നദീജല ഉടമ്പടി. സമാധാനപരമായി ജലം പങ്കിടുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കരാർ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 3 യുദ്ധങ്ങളെ കരാർ അതിജീവിച്ചു. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചെനാബ് എന്നിവ പാകിസ്ഥാൻ വീഴ്ച നൽകിയിരുന്നു. ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളിലെ ജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം പാകിസ്ഥാനാണ്. അതേസമയം കിഴക്കൻ നദികളുടെ പ്രാഥമിക ഉത്തരവാദിത്വം ഇന്ത്യക്കുമാണ്. ഇതിലാണ് മാറ്റമുണ്ടായത്. പാകിസ്ഥാനുമായി നദീജലം പങ്കുവെക്കുന്ന ഉടമ്പടിയിൽ ഭേദഗതി വരുന്നത് സംബന്ധിച്ച ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ കരാർ ഒപ്പിട്ടതിനു ശേഷം ആദ്യമായാണ് കരാറിൽ ഭേദഗതി വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ കിഷ്ഗംഗ, രത്ലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ എതിർപ്പും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. പദ്ധതികൾക്കെതിരെ ഹാഗ് ആസ്ഥാനമായുള്ള ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാനുള്ള പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ തീരുമാനവും ഇന്ത്യയുടെ എതിർപ്പ് വിളിച്ചു വരുത്തിയിരുന്നു. സിന്ധു നദിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1947 ഇന്ത്യ പാക് വിഭജനം സിന്ധു നദീതടത്തെയും രണ്ടായി മുറിച്ചു. അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾക്കടക്കം സിന്ധു നദീതടത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത്. അതിനാൽ തന്നെ ജലം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഒരു ധാരണ ആവശ്യമായിരുന്നു. 1948 മെയ് മാസത്തിൽ നിലവിൽ വന്ന ഇന്റർ ഡൊമിനിയൽ
ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ നൽകുന്ന വാർഷിക പണത്തിന് പകരമായി ഇന്ത്യ വെള്ളം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഈ കരാറിന്റെ പൊതുവിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ ആ കരാർ പരാജയപ്പെട്ടു. തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ 1951 ഇരു രാജ്യങ്ങളും സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളിലുമുള്ള ജലസേചന പദ്ധതികൾക്ക് ധനസഹായത്തിനായി ലോകബാങ്കിനെ സമീപിച്ചു. ഇതേ തുടർന്ന് സംഘർഷത്തിന് മധ്യസ്ഥ വഹിക്കാമെന്ന വാഗ്ദാനം ലോകബാങ്ക് മുന്നോട്ട് വെച്ചു. ഒടുവിൽ 1960 ഏകദേശം ഒരു ദശാബ്ദത്തോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലെത്തി. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. ഏകദേശം 6 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇന്ത്യയും പാകിസ്ഥാനും ലോകബാങ്കിന്റെ മധ്യസ്ഥയിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്.